ഇടുക്കി ചെറുതോണിയിൽ DTPCയുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ആദിവാസി വനിതയുടെ കരാർ ജില്ലാ ഭരണകൂടം ഇടപെട്ട് റദ്ദാക്കിയതായി പരാതി വരുന്നു. പൈനാവ് സ്വദേശി മെഴ്സി റോയിയുടെ സംരംഭത്തിനാണ് മുന്നറിയിപ്പില്ലാത്തൊരു വിലങ്ങിട്ടത്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ വീണ്ടും താൽപ്പര്യപത്രം ക്ഷണിച്ച നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെഴ്സി. ഏറെ നാൾ ജോലി ചെയ്തിരുന്ന ചെറുതോണി പാറേമാവിലെ ഹോട്ടൽ സ്വന്തമായി നടത്തണമെന്ന ആഗ്രഹത്തിലാണ് DTPCയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കൊട്ടേഷൻ നൽകി മേഴ്സി വാടകയ്ക്കെടുത്തത്. ഉയർന്ന തുകയായ 7,42,500 രൂപയ്ക്കായിരുന്നു കരാർ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ താൽക്കാലിക കരാർ എഴുതി. സെപ്റ്റംബറിൽ GSTയും സെക്യൂരിറ്റിയും ഉൾപ്പെടെ 9,76,150 രൂപയും നൽകി. കരാർ എഴുതാനുള്ള മുദ്രപത്രവും DTPCക്ക് കൈമാറി. ഇതോടെ DTPC സെക്രട്ടറി കെട്ടിടത്തിന്റെ താക്കോൽ നൽകി. റെസ്റ്റോറന്റ് തുറക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇരുട്ടടി. 18-ാം തീയതി നമ്മൾ മുദ്രപത്രം വാങ്ങിച്ചു കൊടുക്കുന്നു. 23-ാം തീയതി 24-ാം തീയതി കൂടി ബാക്കി പൈസയും കൂടെ ഞാൻ അടച്ച്, ഞാനൊരു ലേഡി ആയതുകൊണ്ടും പിന്നെ ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കളക്ടർ ആയതുകൊണ്ടും കളക്ടറിനെ തന്നെ വിളിച്ചതെന്ന് ഇനാഗ്രേറ്റ് ചെയ്യിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് 25-ാം തീയതി കളക്ടറിൻ്റെ അടുത്ത് നേരിട്ട് നമ്മൾ ചെന്ന് അവരെ നമ്മൾ ക്ഷണിച്ചപ്പം വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ വൈകിട്ടായപ്പം DTPC സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ചേച്ചി അത് തുറക്കാൻ പറ്റത്തില്ല, കളക്ടർ അത് സമ്മതിക്കുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പലരിൽ നിന്നായി കടം വാങ്ങിയാണ് ഭീമമായ തുക മേഴ്സി നൽകിയത്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഈ തുക DTPC തിരിച്ചു നൽകി. എന്നാൽ ലോൺ എടുത്ത തുകയ്ക്ക് ഭീമമായ പലിശ നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴും. ഇതിനിടെ കെട്ടിടം വാടകയ്ക്ക് നൽകാൻ DTPC വീണ്ടും താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ വിവരാവകാശത്തിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ കെട്ടിടം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം തുറന്നു കൊടുക്കുമെന്നാണ്, റീടെൻഡർ വിളിച്ചു കൊടുക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നാളിതുവരെയായിട്ട് 6 മാസമായിട്ട് ഇത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ മറ്റൊന്നും ചെയ്യാതെ ഈ നിൽക്കുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം അവർ വീണ്ടും കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. കരാർ റദ്ദാക്കിയതിന് വ്യക്തമായ കാരണങ്ങൾ DTPCയും ജില്ലാ ഭരണകൂടവും നൽകുന്നില്ല. രാഹുൽ വിജയൻ, 24 ഇടുക്കി.